ഹലോ ഫ്രണ്ട്സ്, ഓണമായിട്ട് ഗാച്ച് വരുന്ന ചെയ്യുന്ന പണി നോക്കി ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹാപ്പിയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ കേരള കടയിൽ നിന്ന് കുറച്ച് പൂ വാങ്ങിച്ചിട്ട് വന്നിരുന്നേ. ഉള്ള പൂക്കളെല്ലാം കൂടെ വെച്ചിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് അവള് അടിപൊളി സാധനം സെറ്റപ്പ് ചെയ്തു. ഉള്ള സാധനം കൊണ്ട് തുടങ്ങിയില്ലേ? പൂക്കൾ എടുത്തു കൊടുക്കാനും മറ്റും അവനും കൂടിയിരുന്നു കേട്ടോ. ഈ കുഞ്ഞു മുറ്റത്തുള്ള സ്ഥലത്ത് അവളെ എന്തായാലും ഒപ്പിച്ചെടുത്തു. അവളുടെ ഫിനിഷിംഗ് ടച്ച് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് അവന്റെ ഒരു നമ്പർ നോക്കി കുറച്ച് പരിപാടിക്ക് നമ്മുടെ പുള്ളിക്കാരെയും പോയിരുന്നു കൂടിയായിരുന്നു. ഡിസംബർ സെറ്റപ്പ്. ഓണത്തിന് സദ്യ ഇല്ലാതെ എന്ത് അല്പം വയ്യാതിരുന്നിട്ടും അവൾ ഒറ്റ സ്ട്രെച്ചിൽ ചെയ്തെടുത്ത സാധനമാണ്. സദ്യ വിളമ്പുന്നതിന്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ അല്ലെ? നമുക്ക് നോക്കാം. ഉപ്പ് ആദ്യം ഉപ്പ് കൊടുത്താൽ തല്ലു വേണം. ഉപ്പ് കൈമാറാൻ പാടില്ല എന്നല്ലേ? കൊടുക്കാൻ പാടില്ല. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത്. അത് എട്ടെണ്ണായില്ലേ? സാമ്പാർ 1, 9, പരിപ്പൊന്ന് 10, ചോറൊന്ന് 11 അല്ലേ? സെറ്റായി. അപ്പൊ അതങ്ങനെ ഇനി
നെയ്യ്. നെയ്യ് ചിപ്സ് കൊടുക്കും. നെയ്യ് രണ്ടാമത്തേലാണ് സാധാരണ ഉപയോഗിക്കുന്നത്. അല്ല, ആദ്യത്തെ അല്ല, ആദ്യത്തേലാണ് പരിപ്പും നെയ്യും അല്ലേ? ആ ഇതിലെ പരിപ്പ് നെയ്യ് അവസാനമാണ്. പിന്നെ സാമ്പാറ്, പിന്നെ രസമില്ല കേട്ടോ, സോറി. രസമല്ല, അവസാനത്തില് സാധാരണ ഉപയോഗിക്കുന്നത് മോരാണ്. മോരാണ് സാധാരണ ഉപയോഗിക്കുന്നത് അവസാനത്തില്. ആ ഇരിക്കാം. ആവശ്യത്തിനെടുത്ത് കഴിച്ചോ. ഒരു പണി, എനിക്കൊരിച്ച് സാമ്പാർ കൂടി ഒഴിച്ചു, അത് വീഡിയോയിലാക്കും. ആദ്യം നെയ്റ്റ് കഴിക്കണമെന്നാണല്ലേ? അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. അല്ലേ വേണ്ട, അല്ലേ വേണ്ട, വെച്ചോ കുഴപ്പമില്ല. അപ്പൊ ഈ ഓണത്തിന് ഇങ്ങനത്തെ ഒരു നല്ല ഫുഡ് തന്നതിന് ഒത്തിരി സ്നേഹം. 2024 ഹാപ്പി ഓണം. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. മനോജിന്റെ, റയാന്റെ, നാൻസിയുടെ വീട്ടിലാണ്. പിന്നെ താണ്ടതിയാ ഞങ്ങളുടെ അത്തത്തിന് മുമ്പിലുള്ള ഫോട്ടോഷൂട്ട് ആയിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഗാച്ചു വിട്ട അത്തം ഹൈലൈറ്റ് ആയിരുന്നു. അത്തത്തിന്റെ ഡിസൈനർ കുറച്ചു നേരമൊക്കെ പോസ് ചെയ്തിരുന്നെങ്കിലും അല്പം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ ചിരിയടക്കാൻ പാടില്ല, ഒരു രക്ഷയില്ല. അങ്ങനെ കപടങ്ങളില്ലാതെ ഭിന്നിപ്പുകളില്ലാതെ സ്വന്തം പ്രജകളെല്ലാം ഒരേ രീതിയിൽ കണ്ട് അവരുടെ ക്ഷേമത്തിനായി ജീവിതം വരെ ഹോമിച്ച മഹാബലി തമ്പുരാന്റെ ഓർമ്മ ഉണർത്തിക്കൊണ്ടെത്തിയ മറ്റൊരു തിരുവോണത്തെ സ്നേഹമുള്ള മനുഷ്യരോടുകൂടി ആഘോഷിക്കാൻ തന്ന അവസരത്തെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത തിരുവോണ നാളിലേക്കായി ഈ ഓർമ്മകൾ സൂക്ഷിച്ചുകൊണ്ടും നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി തിരുവോണാശംസകൾ നേരുന്നു.